ജീവിതം സാക്ഷി. റൂമിൽ പോയി മുഖം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് മുഖം കഴുകിക്കൊണ്ടെന്ന് വേണ്ടി നീ പോകണ്ടടി ഞാൻ തന്നെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് തലയ്ക്ക് ഇങ്ങനെ വെട്ടി. ആദ്യത്തെ വെട്ടി ആ കുളിമുറി മുഴുവൻ എൻ്റെ പുറം മുഴുവൻ ബ്ലഡായിരുന്നു. രണ്ടാമത്തെ വെട്ടിതായി കഴുത്തിന് വെട്ടാവുമെങ്കിൽ ഞാൻ മരമുറിക്കുന്ന വെട്ടുമതിയാണ്. ഞാൻ ചെറുതായിട്ട് പോറിയതേ ഉള്ളൂ, ഞാൻ അടയാളം ഉണ്ടായിരുന്നു. ഈ പ്രസാദ് എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? വേറെ ഏതോ ഒരു 32കാരന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ട് പ്രിയയ്ക്ക് അയാളുമായിട്ട് ബന്ധമുണ്ടെന്നാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവ എന്തോ പറഞ്ഞു ഇത് ഒരു പൊടിക്കൊച്ചാണത്. അത് ജീവിതത്തിലേക്ക് അത് അങ്ങോട്ട് വിടർന്ന് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് പയ്യന്മാര് വന്ന് അവിടെ ഇരുന്നു, മറ്റവര് വന്നു, മറിച്ചവര് ഇരുന്നു. ആ കുട്ടിയുടെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തലയും ഈ മുറി ഈ അടിച്ചതും ഈ അടിച്ചതെന്ന് ഈ എന്റെ ഭാര്യ പറഞ്ഞ പോലെ വെട്ടിയത് ശരി തന്നെ, അടിച്ചതും ശരി. അടിച്ചതെന്ന് പറഞ്ഞാൽ എവിടെ ഞാൻ രാവിലെ തെങ്ങിന്റെ കൂടെ ഒക്കെ വെട്ടിയിട്ട് രാവിലെ ചായ ആയിട്ട് എന്റെ ഭാഗ്യം ഇത്തിരി ചായ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളെ അടിക്കുകയും ചെയ്ത് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുക പോലെ അവളെ അടിച്ചിട്ടില്ല. ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. കൊച്ചിനെ പ്രസവിച്ച തൊട്ടേ എന്നെ അടിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു ഒരു കൊച്ചായപ്പോഴും പറഞ്ഞിട്ട് റിമാൻഡിൽ ഇറങ്ങി ഞാൻ അടിച്ച് ആഴ്ച കിടന്നപ്പോഴത്തേക്ക് 1.5 മാസം എന്റെ കുട്ടികളെ പട്ടിണി ഇട്ട് ഞാൻ വേല ചെയ്തുകൊണ്ടെന്ന് അവളെ കൊടുത്തു. എന്റെ കൊച്ചു വന്ന് അവളെ വിളിച്ച് അമ്മ ഞാൻ നാളെ മാലയുടെ അമ്മ വരണേ 2 പ്രാവശ്യം 500 രൂപ കൊണ്ട് 500 ഞാൻ ഈ 1.5 മാസവും ഞാൻ ജോലി ചെയ്തുകൊണ്ടുവന്ന് ഈ ശാന്തി എന്ന് പറഞ്ഞാൽ അവരും പല ദിവസങ്ങളിൽ 1000 2000 കൊണ്ടുവന്ന് എനിക്ക് എന്റെ മോനാണ് പോയി മേടിച്ചൊന്ന് കൊടുത്തിട്ടുള്ളത്. അല്ല അവരാണ് എന്റെ മോനെ വിളിച്ച് അമ്മയ്ക്ക് കൊണ്ട് ഒരു ഓണം ആവുമ്പോഴത്തേക്കും അവര് കൊണ്ടുവന്ന പൈസ അല്ല എന്റെ ഒരു സഹോദരി എന്ന നിലയിൽ നിങ്ങൾക്ക് സഹോദരിയെ പോലെ കാണാമെങ്കിൽ അവർക്കും സഹോദരനെ പോലെ കണ്ടുകൂടെ? എന്താ 15 വർഷത്തോളമായി അവര് അവർ എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോകും. അതുപോലെയാണ് അവർക്ക് ഓരോ ബന്ധങ്ങള്. അപ്പൊ അവർക്കത് നിങ്ങൾ ഈ പോലെ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്റെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, അവരുടെ ചോദിച്ചാൽ പറഞ്ഞു സഹോദരങ്ങൾ നാട്ടിലുള്ളവരെ വിളിച്ചു ചോദിച്ചാൽ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ എവിടെ കാര്യങ്ങളെല്ലാം പറയും. സാർ, രാജുവിന്റെ കുടുംബത്തിൽ നിന്ന് പെങ്ങളും അളിയനും അനിയനും ഭാര്യയും അല്ലേ രാജു വന്നിട്ടുണ്ട്. വിളിക്കാം സാർ. രാജു ആണ് ഇവിടുത്തെ പരാതിക്കാരൻ, അറിയാമല്ലോ. അപ്പൊ രാജു ഇവിടെ തന്നിരിക്കുന്ന പരാതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുടുംബത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു, പ്രിയയെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ആവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മകളെ അദ്ദേഹത്തിന്റെ കൂടെ അയക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പം മകള് തീരെ ചെറിയ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് കോടതി മുഖേന ഉള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ആ കുട്ടി മുതിർന്ന കുട്ടിയാണ്, സംസാരിക്കാൻ അറിവായ കുട്ടിയാണ്, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയായ കുട്ടിയാണ്. അതുപോലെ തന്നെയാണ് മകനും. അപ്പോൾ ആ 2 മക്കളോടും നമുക്ക് സംസാരിച്ചതിൽ ചില കാര്യങ്ങൾ പിടികിട്ടിയത് ഇദ്ദേഹത്തിന് മാനസികമായിട്ട് സംശയരോഗം എന്നുള്ളൊരു കുഴപ്പം ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, സത്യസന്ധമായിട്ട് നിങ്ങളുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്താന്ന് തീരുമാനിക്കാന്ന് വെച്ചിട്ടാണ്. അനിയൻ്റെ പേര് സുനി അല്ലേ? പറയൂ സുനി അടുത്താണോ താമസം? മുകളിലോട്ടാണ് താമസം. വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെല്ലോ സുനിക്ക്? നമ്മള് പിന്നെ ചേട്ടൻ പെണ്ണിനെ കൊണ്ടുവന്നതിന് ശേഷം ഭാര്യ കെട്ടി കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളുടെ അടുത്തൊന്നും സഹകരണമില്ല. ഒരു സഹകരണം ഭാര്യയും മക്കളും എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ചെന്നാൽ പോലും ഒന്നീ ഭാര്യയായിട്ട് തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി നമ്മളങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കില്ല. അവിടെ ഒരു കാര്യമായിട്ട് ബന്ധം പോലെ നമ്മൾ ഒന്നിനും ഒരു സഹകരിക്കാൻ പോലും അങ്ങോട്ട് പോയിട്ടുമില്ല. പിന്നെ അമ്മ 1 വർഷത്തിന് മുമ്പായിട്ട് മരിച്ചു. അപ്പൊ അമ്മയുടെ മരണശേഷം നമ്മൾ വീണ്ടും അങ്ങോട്ടും കാര്യങ്ങൾക്കൊക്കെ വരാനും പോകാനും ഒക്കെ ആയിട്ട് സഹകരിച്ച്. അപ്പൊ ഈ ഒരു വർഷം കൊണ്ടാണ് ഇവര് തങ്ങൾ ഈ അകന്ന് താമസിക്കുന്ന ആ ഒരു സംഗതിയും തുടങ്ങിയത്. ഈ 1 വർഷത്തിനിപ്പുറം അതിനുശേഷം നിങ്ങൾ 2 വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പോ സഹകരിക്കും അല്ലേ? പെങ്ങള് എവിടെ താമസിക്കുന്നത്? ഞാനും എന്റെ ഈ സഹോദരൻ തൊട്ട് ഒരു വീട്ടില് അപ്പുറം ഇപ്പുറവും കുടുംബ വീട് 10 സെന്റ് ഉണ്ട്. രണ്ട് വീട്. ഈ കണക്ക് ഒരു അതിരിന്റെ താഴെ എന്റെ ഈ നാത്തും താമസിക്കുന്നു. രണ്ടാമത്തെ ഭാഗമാണ് ഇത്.
ഇത് ആദ്യത്തെ വിവാഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അതും സ്നേഹ പ്രേമിച്ച് തന്നെ കെട്ടിയത്. പ്രേമിച്ചേട്ടൻ എവിടുത്തെ കാര്യം ആ കുട്ടി? അത് വീട്ടിനടുത്ത് തന്നെ. അവിടെയാണ് ആ സ്ത്രീ. ആ സ്ത്രീക്ക് എത്ര മക്കളാ? 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ അസുഖം വന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ വിഷമത്തിൽ ആ കൊച്ചു ആത്മഹത്യ ചെയ്തു. കല്യാണം നടന്നില്ല, ലെറ്റർ വരെ അടിച്ചതാണ്. ലെറ്റർ വരെ അടിച്ചതാണ്. അത് നിന്ന് പോയതിന്റെ വിഷമത്തിൽ ആ കൊച്ചു ആത്മഹത്യ ചെയ്തു. ഇളയ കുട്ടി ആൺകുട്ടിയാണ്. ആൺകുട്ടിയാണ്. അതുണ്ട് അവിടെ. ആ ഭാര്യയും വീട്ടുകാരൊക്കെ എവിടെ ഉള്ളേ? ഇത് ഇവര് താമസിക്കുന്ന ആ ഒരു കോളനിയാണ്. അതിന് ആ കോളനി അങ്ങേറ്റം ആദ്യത്തെ ഭാര്യ താമസിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കുക അങ്ങനെ സഹായിക്കുകയോ ചെയ്യുന്നുണ്ടോ? പുള്ളിയെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. നമ്മളെ ചേട്ടൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളും ഉണ്ടാക്കി പിന്നെ സഹോദരങ്ങൾ വേണ്ട. അത്രയും ഭാര്യയും മക്കളെ സ്നേഹിച്ചിരുന്ന ഒരാള് ഇവിടെ നമ്മൾ ഇദ്ദേഹം പറഞ്ഞു വെച്ച് കേട്ടിട്ട് ഒരു ഭാര്യയെ കുറിച്ച് ഒരു ഭർത്താവ് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞുകൂടെ അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. തെളിവിൽ ഉണ്ടായിരുന്നു ഒരു മൊബൈലിന്റെ ഒരു മൊബൈലിനകത്തുള്ള സുനി എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അല്ല ഫോൺ കോള് സംസാരിച്ചു എന്ന് ഇയാൾ പറയുന്ന ഭർത്താവ് ഭാര്യയും മക്കളും ഉള്ള വേറൊരാളിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് സംസാരിച്ചെന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല, അതിപ്പോ കേൾക്കാം. പക്ഷെ അങ്ങനെ അവര് സംസാരിച്ചു, ഒരാൾ പറഞ്ഞു, വേറൊരാൾ ആരോപണം പറഞ്ഞു, പിന്നെ ആ ആളിനെ കൊണ്ട് പോയി വിളിപ്പിച്ചു, പിന്നെ അയാൾ ഒത്ത് വേറൊരു സ്ഥലത്ത് താമസിക്കുന്നതായിട്ട് ആരോ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും അയാൾ നേരിട്ട് കാണുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ അയാളുടെ മകളെ കുറിച്ച് തന്നെ അയാൾ എഴുത്തുകളൊക്കെ കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത്. ആ മകള് എന്തോ, അപ്പൊ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല, കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരെ കുറിച്ചൊന്നും ഇവിടെ ഒന്നും സംസാരിക്കാനേ നമ്മൾ അനുവദിക്കാറില്ല. അതുകൊണ്ട് നമ്മളത് വിട്ടു, അത് മുഖവിലക്കേ എടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഈ സംശയം കൊണ്ടുള്ള അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ പെണ്ണിന്റെ തലയിൽ വെട്ടി ആ ഭാഗം മുഴുവൻ തയ്യലിട്ടിരിക്കുകയാണ്. ഈ 2 കാലും അടിച്ചൊടിച്ച് അത് ഇതാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ വെച്ചാ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഈ 1 വർഷം കൊണ്ട് എൻ്റെ അമ്മ മരിച്ച് 1 വർഷം കൊണ്ട് എൻ്റെ അണ്ണനും ഈ നാത്തൂനും നമ്മളെല്ലാം സഹകരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് പിന്നെ ഒരു 6-7 ദിവസമായപ്പോൾ ഇവള് ജോലിക്കല്ല ഒരുങ്ങുന്നു. ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? അത് എനിക്ക് എൻ്റെ കിഷ്ണിയില്ല, എനിക്ക് ചെറിയ ആശുപത്രിയിൽ പോകണം, ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം, 1/2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ കിടക്കണം, 1/2 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്ക് വീട്ടിൽ എത്തും എന്ന് പറഞ്ഞ് ദിവസം പോവും. അപ്പോഴാണ് അറിയുന്നത് കൃഷ്ണയ്ക്ക് തകരാറുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ അണ്ണൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഉണ്ട്, തകരാറുണ്ട്, തല പഴുത്ത് ഇരിക്കുകയാണ്, തല ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞ നാത്തൂനെ തല ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എൻ്റെ അമ്മയുടെ കുളി കഴിഞ്ഞിട്ട് ഞാനും കൂടെ കൂട്ടിന് വന്ന് നിൽക്കാം, വൈകിട്ട് ഞാനിങ്ങ് പോരും, എനിക്കൊരു സുഖമില്ലാത്ത കൊച്ചുണ്ട്. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞ് അവർ നല്ലതുപോലെ താഴെ താമസിച്ചിരുന്നപ്പോഴാണ് എൻ്റെ അണ്ണൻ അടിച്ചത്. എന്തിനായിരുന്നു അടിച്ചത്? എന്തിനാണ് അടിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു വഴക്ക് കൂടി ഇവർ കയറി വരുന്നതാണ് വഴക്കൂടി. അങ്ങനെ ബക്കറ്റിനകത്ത് കൊണ്ടുവച്ചിരുന്നു 20,000 രൂപ. അത് കണ്ടില്ല, അങ്ങനെ ചോദിച്ചാൽ അടിച്ചത്. അടിച്ച് വരുമ്പോഴത്തേക്ക് നാത്തും കയറി എൻ്റെ വീട്ടിൽ ഇവിടെ കയറി വന്നു. അവിടെ വന്ന് എൻ്റെ സഹോദരനും വന്ന് വിളിക്കപ്പോഴത്തേക്ക് വിളിച്ച ചീത്തയ്ക്ക് കയ്യും കണക്കില്ല സാറേ. നാത്തൂൻ സാറേ വിളിച്ച ലോകത്ത് ഒരു സ്ത്രീകളും എൻ്റെ ഈ സഹോദരനെ വിളിച്ച അമ്പുഴുക്കന് ഒരു സ്ത്രീകളും അങ്ങനെ വിളിക്കത്തില്ല. പിന്നെ ഈ കൊച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മോണി. ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് സാറേ ഈ എൻ്റെ നാത്തും ജോലിക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. എൻ്റെ അണ്ണ ഈ ദിവസം വേല ചെയ്തുകൊണ്ട് കൊടുക്കും. ഒരു അല്ലലില്ലാത്ത ജീവിതമാണ് സാറേ അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് ഇത് പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് വേറെന്തോ സംഭവമാണെന്നും അതേ തന്നെ പറയും. കറണ്ട് അടുപ്പിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചാണ് എന്നെ അടിക്കുന്നത്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അടിയും കൊണ്ട് പ്രിയ വീട്ടിൽ കയറി വന്നായിരുന്നു. പിന്നെ ഞാൻ എന്റെ കാല് അടിച്ച് കാണിച്ചു തന്നു, ഇത് രക്തം ചത്ത് കിടക്കുകയായിരുന്നു. അപ്പൊ ഈ അണ്ണനും കയറി വന്നായിരുന്നു. അവരെ മുറ്റത്തിട്ട് അടിച്ചപ്പോ അവള് പറഞ്ഞു അണ്ണ ഇവിടെ ഇട്ട് അടിക്കരുത്, അവളെ ഇവിടെ ഇട്ട് അടിക്കരുത് കൊണ്ട് അവള് പിടിച്ച്. ഇതാണ് സത്യം. കേട്ടിട്ടില്ല. 17 വർഷമായിട്ട് ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നു, നിങ്ങളുടെ കൂടപ്പറപ്പിലൂടെ താമസിക്കുന്ന ഇത്രയും പരപുരുഷ ബന്ധവും മോശത്തരമായിട്ടൊരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ കുട്ടിയെ കുറിച്ച്? അയാളുടെ മകൻ, ഇദ്ദേഹത്തിന്റെ മകൻ ചന്തു വന്ന് കണ്ടു, ഒരു മോശമായ അവസ്ഥ കണ്ടു എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ആള് വന്നിട്ട് പറഞ്ഞതാണ് മദ്യപിച്ചെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അപ്പൊ നിങ്ങളാണ് പറഞ്ഞതെന്നുള്ളത് ആരാ പറഞ്ഞത്? സാറേ ഈ കാര്യം എന്ന് വെച്ചാൽ ഈ ചുപ്രു എന്ന് പറയുന്ന ചെറുക്കൻ ഒരു ഉച്ച സമയത്ത് ഓടി കയറി വന്നായിരുന്നു.
അപ്പം ഈ ചേച്ചിയുടെ എൻ്റെ നാത്തൂൻ്റെ മോൻ ചോദിച്ചാൽ എന്തടാ, അപ്പം പറഞ്ഞ് ഞാനും പ്രിയ ചേച്ചിയായിട്ട് വേറെ രീതിയിലുണ്ടായിരുന്ന ഒരു മോൻ കണ്ടുകൊണ്ട് വന്ന് നിന്ന് അടി നടക്കുമോ എന്തോ എന്ന് പറയുന്ന ഈ ചേച്ചിയുടെ മോനോട് പറയുന്നത് ഞാനും കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കുട്ടി ഈ വനിതാ സെന്ററിൽ ഈ എൻ്റെ നാത്തൂനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നാത്തൂൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവിടെ വനിതാ സെല്ലിലെ കൊച്ചായിട്ട് അതവിടെ ഉണ്ട്, അവിടെ ഉണ്ട് എൻ്റെ ആ കൊച്ച് പറഞ്ഞു. കൊച്ചിനെ കൊണ്ട് 16 വയസ്സായ കൊച്ചിനെ കൊണ്ട് എന്റെ നാത്തൂൻ എന്ന് പറഞ്ഞ സ്ത്രീയും മകനും അതെങ്ങനെ പറഞ്ഞു പറയിച്ചു. അതെങ്ങനെ ആ കൊച്ചു പറഞ്ഞു, ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞു വെച്ചാൽ പറഞ്ഞ് ചേച്ചിയുടെ അല്ലെങ്കിൽ സാറേ ഏതാണ്ട് സംഗതി കണ്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയെ വിട്ട് ആ പയ്യൻ എന്നേ പോയിരിക്കണം, ഇയാളുടെ കൂടെ താമസിക്കണമായിരുന്നല്ലോ. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അത് പറഞ്ഞ ആ കൊച്ച് ചന്തും പറഞ്ഞു, അമ്മ തെറ്റുകാരി അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അടുത്തും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും എൻ്റെ അടുത്തും പറഞ്ഞു. ആ കുട്ടി മുതിർന്ന ഒരു പയ്യൻ, അവൻ മോശമായ രീതിയിൽ അങ്ങനെ കണ്ടാൽ പിന്നെ ആ തള്ളയുടെ അടുത്ത് അവൻ പോവുകയില്ല. അതിനും അപ്പുറം അവനത് ക്ഷമിക്കണമെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നവൻ ന്യായമല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് തെറ്റ് സംഭവിച്ചു പോയി എന്ന് ചിന്തിക്കണം. അല്ലാതെ ഒരാൺകുട്ടിയും സമ്മതിക്കില്ല. അവനൊരു അല്പം നല്ല രീതിയിൽ വളർന്ന ഒരു പയ്യനാണെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. പിന്നെ അല്ല, കേസിലുണ്ട്. ഇതിപ്പോ ഈ കേസും ഇതുപോലെ വരുന്നതല്ലേ, എല്ലാ കേസുകളും ഇങ്ങനെ വരുന്നതല്ലേ. ഞാൻ കേൾക്കുമ്പോ അല്ല, ഏറ്റ് പലതും പറയും, ഏറ്റ് പല കാര്യങ്ങളും പലതും പറയും. ഏറ്റ് പറഞ്ഞതാണല്ലോ പ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ, പിന്നെ എന്റെ കൂടെ അല്ല മറ്റു പലരുമായിട്ടും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തന്നെ റെക്കോർഡ് ചെയ്യിച്ചിരിക്കുന്നു ഇവിടെ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, തെറ്റായിട്ടുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഇപ്പം ഈ കുട്ടി വന്നാൽ നിങ്ങൾ ഇവിടെയുള്ള സർവ്വ വ്യവസ്ഥകളിലും സമ്മതിച്ചിട്ട് ഇതിനെ ഭദ്രമായിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണോ? തയ്യാറാണോ? അല്ല, രാജു എന്ത് പറയുന്നു? രാജു അല്ലേ അത് പറയണ്ട. നമുക്കൊന്നും പറയല്ലേ, ഇവരല്ലേ ജീവിക്കേണ്ടത്. എന്താണ് കാര്യം എന്ന് കേൾക്കട്ടെ. ഇവിടെ കാമന്മാരെ കൊണ്ട് എന്നെ അടുപ്പിക്കുന്നവരെ അവള് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ഇവിടെ ഞാൻ വിശ്വസിച്ച് ഇവിടെ ഈ ഫോണിൽ കൂടെ പറയുന്നത് 2 കൊടുത്താന്ന് വിട്ടേരെന്നാണ് പറഞ്ഞത്. സാരമില്ല രാജു, കാമുകന്മാരെ അടിപ്പിക്കുമെന്നല്ലേ നിങ്ങളുടെ കൂടെ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കും? അടിപ്പിക്കും എന്നല്ലേ പറഞ്ഞോളൂ, അടിച്ചില്ലല്ലോ. ഇത്രയും നാളായില്ലേ അടിച്ചില്ല. നിങ്ങൾ ആദ്യം ചെയ്തു വെച്ചാൽ ആ പെണ്ണ് ചത്തുവരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ 2 കൊച്ചുങ്ങളുടെ അവസ്ഥ എന്തോ ആയിരുന്നു? നിങ്ങൾ ആരോട് പോയി മറുപടി പറയും? അഴി എണ്ണിക്കൊണ്ട് അകത്ത് കിടന്നേനെ അല്ലേ? നിങ്ങൾ അപ്പോഴത്തെ വൈരാഗ്യത്തിന് കാര്യമായിട്ട് 2 വെട്ടുകൂടെ അങ്ങ് വെട്ടിയിരുന്നെങ്കിൽ. അപ്പൊ അടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അത് അവരുടെ വാശിപ്പുറത്ത് പറയുന്നത്, അത് വിട്ടേക്കൂ. അതൊന്നും പറയണ്ട. ദേഷ്യത്തിനും വാശിക്കോ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും കൊണ്ടും വഴക്കുണ്ടാവുമ്പോ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും. റിമാൻഡിൽ ഇറങ്ങി ഇവരെല്ലാം കൂടി പൈസ കിട്ടിയ കേസ് തീർന്നു. അത് വിസ്തരിക്കുകയൊക്കെ ചെയ്തോ കോടതിയിൽ? അതിനകത്ത് പിന്നെ ഇനിയും പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത ഇല്ലാതില്ല കേസ്. നമ്മളിപ്പോ ഇങ്ങോട്ട് ചോദിച്ചു, രാജുവിനോട് ചോദിച്ചു, ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ താല്പര്യമാണ് ഇതിൽ പ്രധാനം. ഇല്ല മേഡം, ഞാൻ ഇനി ചാകേണ്ടി വന്നതിന് ശരി തന്നെ ഞാൻ ഇയാളുടെ ഒപ്പം ജീവിക്കാൻ തയ്യാറല്ല. ഞാൻ മാത്രമല്ല, എന്റെ കുട്ടികളും തയ്യാറല്ല. കുട്ടികൾ പറയുന്നത് ഇല്ല, എനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല. മാക്സിമം ഞാൻ എന്റെ കഴിവിന് പരമാവധി ഞാൻ ക്ഷമിച്ചു നോക്കി. ഇപ്പൊ ലാസ്റ്റായിട്ട് ഈ വെട്ടിയതിന് ശേഷം എന്റെ അനിയത്തി അമ്മയും പറഞ്ഞ ഒരു പെൺകുട്ടി ഓർമ്മിച്ച് മോള് പോകുന്നു പറഞ്ഞ് ഒരിക്കൽ കൂടെ പോയി താമസിക്കുമ്പോൾ എന്റെ അനിയത്തി കൊണ്ടുവന്നാക്കി. വീട്ടില് കൊണ്ടുവന്നാക്കി ഒരാഴ്ച എത്തിയില്ല. ഒരു ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. TV കാണാത്ത എന്നെ നിർബന്ധിച്ച് ആ സിനിമ അന്ന് കാണിച്ച് നല്ലതുപോലെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ലോഡ്ജിൽ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടാടി, ഇങ്ങനെ ഒപ്പിടിക്കലും പേരും അഡ്രസ്സും എഴുതി വെപ്പിക്കലൊക്കെ അങ്ങനെ ഒരു നിയമം ഉണ്ടാ ലോഡ്ജിൽ? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് എങ്ങനെയാ ചോദിച്ചാൽ ലോഡ്ജ് എന്താണെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ട് കൂടി ഇല്ല. എൻ്റെ അടുത്ത് എങ്ങനെയാ ചോദിച്ചാൽ ഞാൻ എന്തോ പറയുന്നത്, നിനക്ക് അറിഞ്ഞൂടി, നീ പലരുടെയും കൂടെ ലോഡ്ജിൽ പോയിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല, ഇങ്ങനെ പോയിട്ടില്ല, ആരൊക്കെയോ ഞാൻ ലോഡ്ജിൽ നിൽക്കുന്ന കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വഴക്ക് അന്ന് തുടക്കം. ഇത് നിങ്ങളിപ്പോൾ കുറച്ചു മുമ്പേ സംസാരിച്ച ഒരു കോടതിയുടെ മുമ്പിലാണ് നിങ്ങൾ പറഞ്ഞത് ഉറപ്പായിട്ട് ഉണ്ട് സാറേ, ഇവക്ക് വേറെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ട്, എവൾക്ക് വേറെ ഒരു ഭർത്താവുണ്ടെന്ന് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്ത് ഒരു ഭർത്താവുണ്ട്, ഇവള് വേറെ. ഇതൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞു രാജു? എന്നിട്ട് സംശയമില്ലാന്ന് ടകയത് നിങ്ങൾ പ്ലേറ്റ് തിരിച്ചിട്ടു, ദോശ മറിക്കുന്ന പോലെ ഇതിന് മുമ്പ് 2-3 വർഷത്തിന് മുമ്പ് എനിക്ക് എവിടെ യാതൊരു സംശയമില്ല. പറഞ്ഞല്ലോ എപ്പോഴായാലും ഞാൻ സംശയിക്കുക. ഇതിന് ഈ 10-17 വർഷം 10-14 വർഷം 15 വർഷം ഞാൻ അവിടെ സംശയിക്കുക, അടിക്കുക, പിടിക്കുക. 4 വർഷത്തിനകത്തുള്ള കാര്യം സംഭവിച്ചു എന്നാണ് ഉള്ളത്. ഈ 4 പറഞ്ഞില്ലേ, ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ സംശയമില്ല. മൊബൈൽ എന്തിനാ റെക്കോർഡ് ഈ 4 വർഷം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ
അത് തെളിവായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകും. ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇവള് സിം ഇട്ട് ഫോൺ വിളിയാണ്. അപ്പൊ പിന്നെ അതിപ്പോ നിങ്ങൾ സംശയം എന്ന് പറയുന്നത് അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതാ നീ ചേട്ടൻ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ സിം ഇട്ട് ഫോൺ വിളിക്കുന്നു പറഞ്ഞു. ഇല്ലല്ലോ, നമ്മളെ വീടിന്റെ വീടിന്റെ പരിസരത്തുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ആ പെണ്ണിനെ വെട്ടുകയും പിടിക്കുകയും ചെയ്തു. ഇതിപ്പോ ഈ കുട്ടിയുടെ തീരുമാനത്തിന് അപ്പൊ സംശയമില്ലെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞനുസരിച്ചാണോ നിങ്ങളുടെ ജീവിതം പോകണ്ടേ? ഇല്ല ഇതൊന്നും ഇതിപ്പോ ഈ പെൺകുട്ടിയുടെ തീരുമാനത്തിലേ ഇത് വിടാൻ പറ്റുള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും പരസ്പരം യോജിച്ച് പോകാനാവുന്നത് പരിശ്രമിക്കുന്നതാണ്. പക്ഷെ ഈ നിമിഷം വരെ ഇയാൾ ആവർത്തിച്ച് പറയുന്നത് മോശം സ്വഭാവമുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ, ഇപ്പോഴും വേറെ വേറെ ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ താമസിക്കുന്ന ആ പെൺകുട്ടിയോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ആ കുട്ടിയുടെ തീരുമാനമാണ് സാർ. അങ്ങനെ നമുക്ക് മോശം സ്ത്രീ ആയ താമസിക്കാൻ പറ്റിയില്ല. എന്തിനായി ഇതിനായിട്ട് ഇങ്ങനെ എന്തിനാ ഞങ്ങളായി വലിച്ചഴച്ചത്? ഞാൻ എന്റെ കുട്ടികളെ പറ്റില്ല പിന്നെ എന്താണ് അയാളുടെ ആവശ്യം എന്താണെന്ന് ഞാൻ പലതവണ ചോദിച്ചു. എന്റെ മോളെ എനിക്ക് വിട്ട് കിട്ടിയാൽ മതി, എന്റെ മോളെ മാത്രം വിട്ട് കിട്ടിയാൽ മതി എന്നുള്ള അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോളെ വിട്ട് കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ചൈൽഡ് കസ്റ്റഡിക്ക് കോടതി പോകണം. ഇവിടെ നടക്കുന്ന കാര്യമല്ല. ഈ ഒരു പെണ്ണിനെ മാക്സിമം നാണം കെടുത്താനുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ് രാജു ഇതിനെ കണ്ടിരിക്കുന്നത്. അല്ലാതെ മര്യാദയ്ക്ക് ഒരുമിച്ച് യോജിച്ച് ജീവിച്ച് പോകണമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിന് മുമ്പേ ഇത് സംഗതി പരിഹാരം ചെയ്ത് തീരും. എത്രയോ കാര്യങ്ങളിലൂടെ പരിഹരിച്ച് പോകുന്നുണ്ട്. നമുക്കറിയാം ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും. പിന്നെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഈ അടുത്ത് വന്ന ആൾക്കാരൊക്കെ പുറത്തു പോയി ഇവർ ഒരുമിച്ചാവും വീണ്ടും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇയാൾ അതൊന്നുമല്ല ആവശ്യപ്പെട്ടത്. പെങ്കൊച്ചിനെ മാത്രം രക്ഷിക്കണം. ആൺകുട്ടിയുടെ പ്രശ്നം അയാൾ പറയുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ആവർത്തിച്ച് ഒരു പെണ്ണിനെ ഇങ്ങനെ മോശം നിങ്ങളൊക്കെ പെണ്ണുങ്ങളാണ്, ഞങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് സ്ത്രീകൾ. കുറേ നേരം കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ നമുക്കിങ്ങനെ? അപ്പോൾ അത് വിട്ടേക്കും. അപ്പോൾ പ്രിയ പോയി താമസിക്കാൻ തയ്യാറല്ല, നിങ്ങളുടെ മക്കൾ. ബാക്കിയുള്ളത് കോടതി വീഴും സാർ. രാജുവിന്റെ പിന്നെ കേസുണ്ട് സാർ. പ്രാർത്ഥന ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം അതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഇവിടെ പറയുകയാണെങ്കിൽ പെൺകുട്ടി തള്ളയോടാണ് ഇപ്പൊ തള്ളയുടെ പിന്നെ സംരക്ഷണമാണ് ആവശ്യം. ഒരു കാരണവശാലും അയാളോട് വിടാനും ഒക്കത്തില്ല. അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. അതായത് കോടതി ബന്ധപ്പെട്ട കോടതി ഇനി വേറെ ഏതെങ്കിലും തെളിവെടുത്തിട്ട് അവരുടെ കൂടെ ജീവിക്കുന്നത് കുഴപ്പമാണ്, പെൺകുട്ടിയുടെ ഭാവിക്ക് കുഴപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓർഡർ കോടതിക്ക് പാസ്സാക്കാൻ നോക്കാം. നമുക്ക് ഈ ഇവിടെ ഒരു ഉത്തരവും പാസ്സാക്കാൻ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും ഇതിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരുവിധമുള്ള എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിന് വിദഗ്ധമായ ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട്. അല്ലേ, നമ്മുടെ കൈയൊന്നും പറഞ്ഞാൽ നമ്മൾ മരുന്ന് വെച്ച് കെട്ടിയേ പറ്റും. അതുപോലെ നമുക്കും നിങ്ങൾക്കും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് പല ടെൻഷനും കാര്യങ്ങളും കൊണ്ട് പല ചിന്തകളും ഉണ്ടാകാം. അത് മാറ്റിയെടുക്കാൻ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊണ്ടൊക്കെ നമുക്ക് മാറും. ചിലപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചിലതിന് പിന്നെ മെഡിസിനും ആവശ്യമുണ്ടാവും. അതുകൊണ്ട് മാറ്റി കുറെ എടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നല്ലത് എന്നേ പറയാനൊക്കെ ഉള്ളൂ. 14 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മാതാവിന്റെ സഹായമാണ് ഇപ്പൊ ആവശ്യം, സംരക്ഷണയാണ് ആവശ്യം. അതുകൊണ്ട് ആ തീരുമാനത്തിലായിട്ട് ആ കൺസിഡർ ചെയ്യാൻ പോലും നമുക്കിപ്പോൾ പറ്റത്തില്ല. പിന്നെ രാജുവിന് അത്രയും കൂടുതൽ ആ പെൺകുട്ടികളുടെ താല്പര്യമാണെങ്കിൽ കോടതിയിൽ പോവുക, കേസ് നടത്തുക, കോടതി എന്ത് ഉത്തരവ് പാസ്സാക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമേ നടക്കത്തുള്ളൂ. പെൺകുട്ടിയെ മറ്റു സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലങ്ങൾ പാർപ്പിക്കാനായിട്ട് കോടതി വഴിയേ സാധിക്കുള്ളൂ. അതെല്ലാം കോടതി വഴിയേ സാധിക്കുള്ളൂ. അതാ കൊച്ചിനെ അങ്ങനെ ആക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. കൊച്ചിനെ ഇങ്ങനെ തള്ളിനെടുത്ത് നിർത്തിയാൽ പറ്റത്തില്ല സാറേ, എനിക്കിങ്ങനെ കൊച്ചിനെ ബോർഡിങ്ങിൽ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് വിളിക്കുന്നത്. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു അമ്മയല്ലേ? അമ്മ ജീവിച്ചിരിക്കുന്നു, അമ്മൂമ്മ തള്ള ജീവിച്ചിരിക്കുന്നു, അപ്പച്ചി ജീവിച്ചിരിക്കുന്നു, കുഞ്ഞമ്മ ജീവിച്ചിരിക്കുന്നു. ഇത്രയും സ്ത്രീകളും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബോർഡിങ്ങിൽ നിൽക്കേണ്ട ആവശ്യം എന്തോ ഒരു കുഞ്ഞിന്? അത്രയ്ക്ക് മോറാലിറ്റി മോശമാണെന്ന് ആ കുഞ്ഞിനെ നിന്റെ അമ്മയുടെ സ്വഭാവം ശരിയല്ലാത്തോണ്ട് നിന്നെ ബോർഡിങ്ങിലാക്കുന്നു എന്നും പറഞ്ഞ് അതിന്റെ മനസ്സ് മരവിച്ചത് വളരണോ? അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. കേട്ടിരുന്ന നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും ഇതിവിടം വെച്ച് അവസാനിപ്പിക്കാൻ. പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് രമ്യതയിലാകട്ടെ, അല്ലെങ്കിൽ ആകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ. നമ്മളെല്ലാവരും പരിശ്രമിച്ചു. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിവിധ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ സത്യമാണെന്ന് ധരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും ഭാവി അത് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കുട്ടി താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കണ്ട എന്നുള്ളത്. ഇപ്പോൾ കോടതിയിലൊരു കേസും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഭാവിയിലുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കും. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു, ഫലം ഉണ്ടായില്ല. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.